ആപ്കി അദാലത്തിൽ ഫോർമർ സെൻട്രൽ മിനിസ്റ്റർ രവിശങ്കറിന്റെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പിൻഗാമിയായതുകൊണ്ട് പല കാര്യങ്ങളും പ്രയോജനപ്പെടുത്തുന്നു. രവിശങ്കർ സാർ, താങ്കളുടെ അച്ഛൻ ഠാക്കൂർ പ്രസാദ് സിംഗ് വളരെ പ്രശസ്തനായ ഒരു വക്കീലായിരുന്നു, വലിയൊരു രാഷ്ട്രീയക്കാരനായിരുന്നു, പാട്നയിൽ വലിയ വീടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമി ആയതുകൊണ്ട് താങ്കൾക്ക് എല്ലാം ലഭിച്ചു. താങ്കൾ രാഷ്ട്രീയത്തിൽ വന്നതും ലോയർ ആയതും എല്ലാത്തിനും കാരണം അദ്ദേഹമാണെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങൾ വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ആ വാടക വീട്ടിലെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ എൻ്റെ അമ്മ ആ അടുപ്പിൽ ഇങ്ങനെ ഊതി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. എൻ്റെ അച്ഛൻ 94-ലാണ് മരിച്ചുപോയത്. 94-ൽ മരിച്ചുപോയി. അതിനുശേഷം വോളണ്ടിയറായിട്ട് ഞാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. 12-13 വർഷം സ്റ്റുഡൻസ് കൗൺസിലിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. JP മൂവ്മെന്റിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ PhD ചെയ്തിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് അടികൊണ്ടിട്ടുണ്ട്, വെടിയും ഏറ്റിട്ടുണ്ട്. പക്ഷെ താങ്കൾക്ക് ധാരാളം ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടല്ലേ? വീട്ടിൽ അടൽജി, അദ്വാനിജി ഇവരൊക്കെ വന്നിട്ടുണ്ടല്ലേ? BJP, ജനസംഘം, ഇതിലുള്ള പ്രമുഖരായ നേതാക്കൾ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ഏറ്റുവാങ്ങിയതാ. ആ സമയത്ത് ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഒരേ ഒരു പാർട്ടി മാത്രമേ നിലനിന്നിട്ടുള്ളൂ. എന്നും എന്നിൽ ഒരു ആശയം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഞാൻ മരിക്കുന്നത് വരെ എന്നിൽ നിന്ന് ആ ആശയം പോവുകയില്ല. ഇത് വളരെ അഭിമാനത്തോടാണ് ഞാൻ പറയുന്നത്. പക്ഷേ താങ്കൾ വളരെയധികം കഷ്ടപ്പെടുന്ന സമയത്ത്, ജയപ്രകാശ് നാരായണന്റെ പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് ലാലു യാദവാണ് നേതാവെന്ന് കേട്ടു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്താണ് +2 പാസ്സായത്. സുശീൽ മോഡി ആ സമയത്ത് VSലായിരുന്നു. ലാലു പ്രസാദ് ഫൈനൽ ഇയർ ലോ ചെയ്യായിരുന്നു. അത് എത്ര വർഷം ഉണ്ടായിരുന്നു എന്നോട് ചോദിക്കരുത്, ഓക്കെ? ഞങ്ങളൊക്കെ ആ സമയത്ത് സ്റ്റുഡൻസ് കൗൺസിൽ ഇലക്ഷനെ വഴക്കുണ്ടാക്കിയവരാണ്. അതാണ് സത്യം. ഞാൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. സുശീൽ മോഡി ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നെ പ്രസിഡന്റായി. ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ജോലിയില്ലായ്മയ്ക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തു. അതിനുശേഷം JP വന്നു. പിന്നെ മിസാലയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം താങ്കളോടൊപ്പം ഉണ്ടായിരുന്നു. അതുമല്ലാതെ നല്ലൊരു സുഹൃത്തുമായിരുന്നു. പോരാട്ട സമയത്ത് താങ്കളോടൊപ്പം ജയിലിലും വന്നിരുന്നു. പക്ഷെ അദ്ദേഹം CM ആയ സമയത്ത് താങ്കൾ അദ്ദേഹത്തിന്റെ മേൽ കേസ് വിട്ടല്ലോ. ഇങ്ങനെ മുതുകിലാണോ കുത്തേണ്ടത്? ശരി രജി സാർ, ഞാൻ ഒരു വിലയില്ലേ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. JP എന്താണ് പറഞ്ഞത്? അയിത്തങ്ങളൊക്കെ എതിർത്ത് പുതിയൊരു ബീഹാർ ഉണ്ടാക്കണമെന്നല്ലേ? ആ സമയത്ത് ആ ലാലുജി അയിത്തങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് എന്താ നടന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. 3000 കോഴികളെ 2 മാസത്തിനുള്ളിൽ 5 കോടിയുടെ ധാന്യങ്ങൾ കഴിക്കോ? മനസ്സിലായില്ലേ? പാവപ്പെട്ടവർക്ക് പശുക്കളെ ദാനം ചെയ്യണം എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിസിഷനാണ്. വിതരണം ചെയ്തായിരുന്നോ? അത് വിതരണം ചെയ്തു. എന്നിട്ടെന്താ സംഭവിച്ചേ? ഇതൊരു ചോദ്യമാണല്ലേ. ബസ്സിലും ട്രക്കിലും കൊടുത്തു. അതിനുശേഷം സ്കൂട്ടറിൽ കൊണ്ടുപോയെന്ന് വരെ നമ്മൾക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഈ സ്കൂട്ടറിലൊക്കെ പശുക്കളെ കൊണ്ട് കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ കള്ളത്തരമല്ലേ? PIL ചെയ്തു. ആ സമയത്ത് ഞാൻ വളരെ വലിയൊരു റിസ്ക് എടുത്തേ. ഈ മാഫിയ ആൾക്കാരൊക്കെ എന്നെ ചിലപ്പോൾ കൊന്നു കളഞ്ഞേനെ. വക്കീലായിരുന്നു ഞാൻ. സുശീൽ മോഡിക്ക് പെറ്റീഷൻ കൊടുത്തു. CBIയിൽ എൻക്വയറി നടന്നു. എല്ലാവരും കുടുങ്ങുകയും ചെയ്തു. പക്ഷേ രജത് സാർ, ഒരാൾക്കും വെളിയിൽ വരാൻ പറ്റിയിരുന്നില്ല. ചെറിയ ചെറിയ സപ്ലയർമാർ പോലും ജയിലിൽ പോയിരുന്നു. ലാലുജി 4 കേസിലകത്ത് പോയി. IAS ഓഫീസേഴ്സും അകത്തുപോയി. ഇൻകം ടാക്സ് കമ്മീഷണറും പോയി. ഒരുപാട് മന്ത്രിമാരും പോയി. എനിക്ക് ഒരുപാട് സന്തോഷമായി. അയിത്താചാരങ്ങളെ കുറിച്ച് JP എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇപ്പോൾ ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കൾക്ക് എന്തുകൊണ്ട് ലാലു പ്രസാദിനോട് ദേഷ്യം വന്നെന്ന് വെച്ചാൽ, അദ്ദേഹം അദ്വാനിജിയുടെ രഥയാത്ര തടഞ്ഞു, അദ്ദേഹത്തിന്റെ രാമ ആഘോഷം തടഞ്ഞ് അദ്ദേഹത്തെ ജയിലിലിട്ടതുകൊണ്ട് താങ്കൾക്ക് ദേഷ്യം വന്നതായിട്ട് പറയുന്നു. അതിലെന്തെങ്കിലും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇപ്പോഴും വക്കീൽ തന്നെയാണ്. ഞാൻ പട്ന കോടതിയിൽ വാദിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ വിളിപ്പിച്ചിരുന്നു. എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ മതി. ഇലക്ഷനിൽ ജയിച്ചുകൊണ്ട് മോഷ്ടിക്കാനുള്ള ലൈസൻസ് അദ്ദേഹത്തിന് കിട്ടിയോ ഇല്ലയോ? ലാലുജി സെക്യുലറായിട്ട് മാറി, താങ്കളാണെങ്കിൽ കമ്മ്യൂണലായിട്ട് മാറി, പിന്നെ താങ്കൾ രാമന്റെയും വക്കീലായിട്ട് മാറി. ഭഗവാൻ ശ്രീരാമന്റെ വക്കീലായി മാറിയെന്ന്. ശ്രീരാമദേവന് സേവ് ചെയ്യാൻ കഴിഞ്ഞത് ഈ ജന്മത്തിലെ എന്റെ ജന്മപുണ്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് എല്ലാവരുടെ മുൻപിലും ഞാൻ വിശ്വാസത്തോടെ തന്നെ പറയും. സുപ്രീം കോടതിയിൽ 2004-ൽ സുപ്രീം കോടതിയിൽ ശ്രീരാമദേവൻ ഇരുട്ടിലായിരുന്നു, മഴയിൽ നനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബരി മസ്ജിദ് നിസ്കരിക്കാനുള്ള ഒരു ഇടമേ അല്ല, അടിമത്തത്തിനുള്ള സ്ഥലം മാത്രമായിരുന്നു. പക്ഷേ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു. സുപ്രീം കോടതി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെളിവും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് ആ സ്ഥലം അവരുടേതാണെന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം, ബാബരി മസ്ജിദ് അവിടെ ഉണ്ടാക്കിയതിന് ശേഷവും രാമനോട് ജനിച്ച സ്ഥലമാണെന്നുള്ള വിശ്വാസം ഹിന്ദുക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടില്ല. എല്ലാവരും അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സൈക്കോളജിക്കൽ സർവേ അവിടെ പോയി സർവേ ചെയ്ത സമയത്ത് 8ാമത്തെ നൂറ്റാണ്ടിലും ആ ക്ഷേത്രം അവിടെ താഴെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മുകളിലാണ് ആ മസ്ജിദ് പണിതത്. ഞങ്ങളതിനാണ് പറഞ്ഞത്.
രജത് സാർ, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദയവേത് തെറ്റിദ്ധരിക്കരുത്. ഒരുപക്ഷെ ആ സ്ഥലം തകർത്തില്ലായിരുന്നെങ്കിൽ സുപ്രീം കോടതി നമ്മുടെ ഭാഗത്ത് നിന്ന് ആ വിധി പ്രസ്താവിച്ച് അത് തകർത്തില്ലായിരുന്നു എങ്കിൽ അത് തകർക്കില്ലായിരുന്നു, അല്ലേ? ഇല്ലേ? ഹിന്ദുക്കൾ വിശാല മനസ്സോടെ അതങ്ങ് വിട്ടേനെ. അത് വിട്ടിട്ട് അടുത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞേനെ. അത് വിശാലമായൊരു ക്ഷമയുടെ അടയാളമായേനെ. രജത് സാർ, ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? അതായത് രാമൻ എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രമേ നടക്കുള്ളൂ എന്ന്. അതുകൊണ്ടാണ് മനോഹരമായ ക്ഷേത്രം അവിടെ ഉണ്ടാക്കിയത്. ഇപ്പോഴാണ് നമ്മുടെ ഈ ആപ്കി അദാലത്തിൽ അസദുദ്ദീൻ ഓവൈസി സാർ വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ച് അവിടെ ഒരു ബാബർ മസൂദി ഉണ്ടായിരുന്നു, ഇന്നും അത് ബാബർ മസൂദിയായിട്ട് തന്നെ ഉണ്ട്, അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ശരി, പകൽക്കിനാവ് കാണുന്നവരെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിച്ചതിനൊരു മറുപടി പറയൂ. ഇത് നോക്കൂ സാർ, ശ്രീരാമചന്ദ്രദേവന്റെ ക്ഷേത്രം പണിയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു അയോധ്യ ക്ഷേത്രം പണിതു. അതിന്റെ കാരണം എന്താണ്? വേട്ടിക്ക് നന്നായിട്ടാണ് ചെയ്തത്. മക്ക നല്ലപോലെ ഉണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ രാമൻ മാത്രം ചെളിയിലും ഇരുട്ടിലും കഴിയുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ശ്രീരാമചന്ദ്ര രാജ്യം ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും ഉയർന്നു തന്നെ നിൽക്കണം. അതുകൊണ്ടാണ് ആ ക്ഷേത്രം ഉണ്ടായത്. നിങ്ങളോടെല്ലാവരും ഒരു കാര്യം പറയാനുണ്ട്. ലതാ മങ്കേഷ്കർജിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങളെല്ലാം അതിന് പോകണം. അവിടെ ഒരു വീണയുണ്ട്. എല്ലാ ആൾക്കാരും ലതാ മങ്കേഷ്കർജിയുടെ പാട്ടുകൾ കേൾക്കണം. അവിടെ ഒരു സരയൂ നദിയുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് 50 കോടി ജനങ്ങൾ അവിടെ എത്താറുമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഭാരതീയ ജനതാ പാർട്ടി ഈ അമ്പലത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു എന്നും. അങ്ങനെയൊന്നുമില്ല. അതിപ്പം മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, പല വർഷമായിട്ട് നിങ്ങൾ എഡിറ്ററായിട്ട് ജോലി ചെയ്തിരുന്നു. സമരം തുടങ്ങിയ നാളെ മുതൽ ഞങ്ങൾ വോട്ടിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നു. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2014 ജയിച്ചു, 19 ജയിച്ചു, 24 400 സീറ്റിന് മുകളിൽ പോകും. അതൊക്കെ വിട്ടേക്കേ. പക്ഷേ ഉറപ്പായും ക്ഷേത്രം പണി. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. രാമന്റെ കണ്ണുകളില്ലേ, ആ കണ്ണുകൾ അങ്ങനെ ഉണ്ടാവണമെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയാണ്. ആ കണ്ണുകളെ മനോഹരമായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. രാമന്റെ ചിരി, രാമനവമിയുടെ അന്ന് സൂര്യ വെളിച്ചം അദ്ദേഹത്തിന്റെ നെറ്റിയിൽ വീഴണം, ഈ ആശയമൊക്കെ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കി. എല്ലാവരും സത്യസന്ധമായിട്ട് തന്നെ ജോലി ചെയ്തു. ഇതിനുവേണ്ടി അമിത്ഷാ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാനിപ്പോ ആ സ്ഥലത്തിന്റെ വക്കീലായതുകൊണ്ട് സമ്പത്ത് രാജിന്റെ പേര് എനിക്കിവിടെ പറഞ്ഞേ മതിയാകൂ. അദ്ദേഹം എന്ത് വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്കൊരു കാര്യം പറഞ്ഞേ മതിയാകൂ. ഇതിൽ ഞങ്ങൾ സിമെന്റ് ഉപയോഗിച്ചിട്ടില്ല, ഇരുമ്പും ഉപയോഗിച്ചിട്ടില്ല. ഇരുമ്പ് 100 വർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സിമെന്റ് ആണെങ്കിൽ 125 വർഷവും. ആ കാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്ലുകൾ, ചെമ്പ് കമ്പികൾ, പിന്നെ പിച്ചള, അതിലങ്ങനെ ചുറ്റിവിട്ട കമ്പികളാണ് നമ്മൾ ഉപയോഗിച്ചത്. എത്ര മനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നോ, നിങ്ങൾ പോയി കാണണം. ഇതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു രജത് സാർ. രാമൻ എങ്ങനെയാണ് ഒരു അണ്ണൻ സഹായമായത്, അതുപോലെ ഈ ക്ഷേത്രത്തിന് എന്നാലാവതും ഞാനും ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള പ്രഭാഷണം ഒന്നും കേൾക്കില്ല. അദ്ദേഹം യാത്ര സഞ്ചരിക്കുന്ന സമയത്ത് ജനങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ശ്രീരാമന്റെ അമ്പലത്തിന്റെ കുംഭാഭിഷേക സമയത്ത് അവിടെ അംബാനി ഉണ്ടായിരുന്നു, അവിടെ അദാനിയും ഉണ്ടായിരുന്നു, അമിതാഭ് ബച്ചനും ഉണ്ടായിരുന്നു, ഐശ്വര്യ റായി അവിടെ ഡാൻസും കളിച്ചെന്ന്. ഞാൻ പക്ഷെ പാവങ്ങൾ ആരും ഇല്ലായിരുന്നു. അതെ, ഞാൻ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഐശ്വര്യ റായി വന്നിട്ടേയില്ല. രാഹുൽ ഗാന്ധിക്ക് ആരാണ് ഹോംവർക്ക് ചെയ്ത് കൊടുക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കണം. അയാളും ക്ഷേത്രത്തിൽ പോയിട്ട് ഞാനും ഹിന്ദുവാണെന്ന് പറയുന്നുണ്ട്, കുലവും ഗോത്രമൊക്കെ ഇതാണെന്ന് പറയുന്നു. ഇപ്പോ വേറെന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹിന്ദുക്കളുടെ ശക്തിയെ എതിർത്ത് നിൽക്കുന്നു. എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്, രാമജന്മഭൂമി പോരാട്ടത്തിൽ ഒരുപാട് പാവങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ വരുന്ന 50 കോടി ആൾക്കാരും പണക്കാരാണെന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ശ്രീരാമദേവനോടുള്ള ഭക്തി മാത്രം നശിപ്പിക്കരുത്, അത്രയേ ഉള്ളൂ. അത് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് താങ്കളോടൊരു വലിയ ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ചോദ്യം രാഹുൽ ഗാന്ധിയോടും മറ്റുള്ള ആൾക്കാരോടും എനിക്ക് ചോദിക്കാനുള്ളത് തന്നെയാണ്. ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മറ്റുള്ള മതങ്ങളെക്കുറിച്ചും മറ്റുള്ള ദൈവങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുമോ? സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ല അല്ലേ? എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. എല്ലാ മതത്തിലുള്ള ദൈവങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ആരായിരുന്നാലും. പക്ഷെ മറ്റുള്ള ആൾക്കാർക്കെല്ലാം നിങ്ങൾ ബഹുമാനം കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ രാമനും കൃഷ്ണനും ഭഗവാന്മാർക്കും സനാതന ധർമ്മത്തിനും ഇതുപോലെ അപമാനിക്കുകയാണെങ്കിൽ അതെനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിനുള്ള മറുപടി ജനങ്ങൾ പറയട്ടെ. ശരി, നമുക്ക് ജനങ്ങളോട് ചോദിക്കാം. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഞാൻ ശ്രീരാമന്റെ വക്കീലിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്.
സാർ, ഇപ്പോൾ അയോധ്യയിൽ രാമന് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ കാശിയിലും മധുരയിലും നമ്മൾ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? രാമൻ ഒരു മര്യാദ പുരുഷൻ തന്നെയായിരുന്നു. ഇപ്പോൾ നിയമപ്രകാരം വലിയൊരു ക്ഷേത്രം നമ്മൾ പണിതില്ലേ? നമ്മളെപ്പോഴും വിശ്വാസമുള്ള ആൾക്കാർ തന്നെയാണ്. അവിടെ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ലക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങൾക്ക് തുണയായിട്ടുണ്ട്. രാജ്യത്തെ കോടിക്കണക്കിനുള്ള ഹിന്ദുക്കളുടെ ആഗ്രഹമാണിത്, വളരെ വലിയ ആഗ്രഹം. കൃഷ്ണന്റെ ജന്മഭൂമിയായ മധുരയിലും ഉറപ്പായും ക്ഷേത്രം പണിയണം. അതുപോലെ കാശിയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ തീരും. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: ശ്രീരാമചന്ദ്രന്റെ കുംഭാഭിഷേകത്തോടു കൂടി സനാതനധർമ്മം വീണ്ടും ഉയർന്നു വന്നു. ഈ നാടിന്റെ വളർച്ചയുടെ ഉദയമാണിത്. സാർ, രാഷ്ട്രീയ കേസുകൾ ഒഴികെ വേറെന്തൊക്കെയാ ഇഷ്ടം? എങ്ങനെയാ നിങ്ങൾ റിലാക്സ് ചെയ്യുന്നേ? ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. രാത്രിയിൽ ചരിത്ര പുസ്തകങ്ങൾ, സംസ്കൃത പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. എനിക്ക് സംഗീതം ഒരുപാട് ഇഷ്ടമാണ്. അതിൽ പ്രധാനമായിട്ടും ശാസ്ത്രീയ സംഗീതമാണ്. രാവിലെ ഭജനകൾ കേൾക്കും. അങ്ങനെയാണ് ഞാൻ റിലാക്സ് ചെയ്യുന്നത് തന്നെ. പക്ഷേ ഞാൻ 17 മുതൽ 18 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലിയിൽ നിന്ന് തന്നെയാണ് ഞാൻ റിലാക്സേഷൻ കണ്ടെത്തുന്നത്. നമ്മുടെ രജത് സാറ് നാട്ടിലെ വലിയൊരു എഡിറ്ററാണ്. 30 വർഷമായിട്ട് ആപ്കെ അദാലത്തിൽ തന്നെയുണ്ട്. ഇതിൽ നിന്നാണ് ഇദ്ദേഹത്തിന് സന്തോഷം ലഭിക്കുന്നത്. അങ്ങനെ ഒരു ഗുഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നില്ലേ? അതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അതാണ് എനിക്ക് ഏറ്റവും ആവശ്യം. താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾ മൗത്ത് ഓർഗൻ വായിക്കുമെന്ന് ഞാൻ കേട്ടു. അതില് നല്ല പാട്ടും പാടുമെന്ന് കേട്ടു. മേരെ സപ്നോങ്കി റാണി കബായി എന്നൊക്കെ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മനസ്സിൽ പാട്ടും ഡാൻസും അല്ലാതെ വേറെ എന്താ ഉള്ളത്? നിങ്ങൾ തന്നെ പറയേ. നിങ്ങൾ നോക്കി, ഇത്രയും കുട്ടികളിവിടെ ഇരിപ്പുണ്ട്. ഒരു ദിവസം ഞാനും അമ്മയും കൂടി മാർക്കറ്റിൽ പോയപ്പോൾ അമ്മ എനിക്ക് മൗത്ത് ഓർഗൺ വാങ്ങി തന്നായിരുന്നു. ഞാനിതിങ്ങനെ വായിച്ചു വന്നപ്പോഴത്തേക്ക് നല്ലൊരു മ്യൂസിക് ഉണ്ടായി. അതിനുശേഷമാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് എനിക്ക് നല്ലൊരു മൗത്ത് ഓർഗൺ വാങ്ങിത്തരാൻ. ആ സമയത്താണ് ആരാധന എന്നൊരു പടം ഇറങ്ങിയത്. ആരാധന പടത്തിലെ മേരെ സപ്നോങ്കി റാണി എന്നൊരു പാട്ട് വന്നു. ആ പടത്തിലെ രാജേഷ് ഖന്നയുടെ ഡ്രൈവറായിരുന്ന സുജിത് ഖന്ന ഒരു മൗത്ത് ഓർഗൺ വായിച്ചു. ആ പാട്ട് കേട്ടതിന് ശേഷമാണ് ഞാൻ മൗത്ത് ഓർഗൺ വായിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാനും ആ പാട്ട് പാടി. സപ്നോങ്കി റാണി ലഭിച്ചു? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്റെ സ്വപ്ന റാണി മായ ശങ്കർ എന്റെ കൂടെ തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവര് ഹിസ്റ്ററി ക്ലാസ്സിലും ഞാൻ പൊളിറ്റിക്കൽ സയൻസിലും. പക്ഷേ MA ശേഷമേ ഞാൻ കല്യാണം ചെയ്യുള്ളൂ എന്ന് തീരുമാനമെടുത്തിരുന്നു. പാറ്റ്നയിൽ അവര് പ്രൊഫസറായിരുന്നു. അതോടെ സ്പിക് മേക്കിന്റെ പ്രസിഡന്റും. എന്റെ സ്വപ്ന റാണിയെ എനിക്ക് ലഭിച്ചു.